നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. അമിത്ഷായ്ക്കെതിരെ മുദ്രാവാക്യവുമായി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടേത് ജനാധിപത്യ വിരുദ്ധവും അധിക്ഷേപകരവുമായ ഭാഷയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഐഷി ഘോഷ് വിഷയം ഉയർത്തി CPM. പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ഇന്നും ചർച്ച. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. കോഴിക്കോട് വടകര MDMA കേസിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. BRC അധ്യാപകരുടെ യോഗം വിളിക്കാൻ നിർദ്ദേശം. കൂടുതൽ അറസ്റ്റിന് സാധ്യത. അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയ ശൃംഖലയെന്ന സംശയത്തിൽ പോലീസ്. അധ്യാപകരുടെ അറസ്റ്റ് ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി. പദ്ധതികളിലെ കാലതാമസം ഒഴിവാക്കാൻ 5 നിർദ്ദേശങ്ങളുമായി സർക്കാർ. വിലക്കയറ്റം തടയാൻ സജീവ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി. അരിവില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും സംസ്ഥാനത്ത് എത്തിക്കും. മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും കനത്ത മഴ. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വയനാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം. ക്വാറികൾക്ക് വിലക്ക്. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒരു സ്ത്രീ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഇടനിലക്കാരി അനീന. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് നിഗമനം. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടവുമായി ഗുൽബീർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി. ഈ ഇനത്തിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം. വനിതകളുടെ 69 കിലോ ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. ബോക്സിംഗിൽ മെഡൽ ഉറപ്പിച്ച് 3 താരങ്ങൾ. സ്വർണ്ണ പ്രതീക്ഷയുമായി ശ്രീശങ്കർ ഇന്നിറങ്ങും. വിലക്കയറ്റം തടയാൻ സജീവ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അരിവില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും സംസ്ഥാനത്ത് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പോൾ തന്നെ വകുപ്പിനായി അനുവദിച്ചു. വിപണി ഇടപെടലിനായി 273 കോടി രൂപയും, അതായത് സൗജന്യ കിറ്റ് ഉൾപ്പെടെ നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും, ഗതാഗത ചാർജ് ഇനത്തിൽ 20 കോടി രൂപയും കൊടുക്കും. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ്. അരി, വെളിച്ചെണ്ണ, പച്ചക്കറി എന്നിവയിലാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവ് ഉണ്ടായത്. ജനപ്രിയ അരി ബ്രാൻഡുകളിൽ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപ്പാദനത്തിലെ കുറവും ഇന്ധനവില വർധനയുമാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത്. ഓണമെടുക്കുമ്പോൾ തന്നെ മലയാളികളുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് കമ്പോളത്തിൽ സാധനങ്ങളുടെ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. അരിയിൽ ജനപ്രിയ ബ്രാൻഡുകളായ പൊന്നിയരിയിൽ മൊത്തവില വിൽപ്പന കേന്ദ്രത്തിൽ 5 മുതൽ 7 വരെയും ചില്ലറ വിൽപ്പനയിൽ 10 രൂപ വരെയും വർധനയുണ്ടായി. ജയ മട്ട അരിയിൽ 3 രൂപയും കുറുവ അരിയിൽ 5 രൂപയുടെയും വർധനയാണ് ഉണ്ടായത്. മഴ ലഭിക്കാത്തതും നെല്ലിൻ്റെ കുറവും ഇന്ധനവില വർധനയുമാണ് വ്യാപാരികൾ കാരണമായി പറയുന്നത്. വടിയരിയൊക്കെ ഒരു 3 രൂപ 4 രൂപ മാറിയിട്ടുണ്ട്. ജയ സുരേഖയൊക്കെ 1 രൂപ 2 രൂപ ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ കിലോയിൽ. അത് ഈ പെട്രോൾ ഡീസലിൻ്റെ വില കൂടിയതിൻ്റെ പേരിൽ വണ്ടി വാടകയൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അതിലാണ് ഈ ജയ സുരേഖയൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഈ നെല്ലിനൊക്കെ സ്വപ്പം വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇത് വില മാറുന്നത്. എണ്ണയുടെ വിലയിലും കാര്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കിലോയ്ക്ക് 5 മുതൽ 10 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വില ഒരല്പം കൂടിയിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് പെട്രോളിൻ്റെ വില വർധന, പിന്നെ ഗ്യാസിൻ്റെയൊക്കെ വില വർധന, അതൊക്കെ കൊണ്ടാണ് വില അല്പം മാറിയത് എന്ന് പറഞ്ഞു. അല്ലാതെ വലുതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. വെളിച്ചെണ്ണയായാലും മറ്റെല്ലാ എണ്ണകളായിരുന്നാലും കിലോയ്ക്കൊരു 20 രൂപയുടെയൊക്കെ വ്യത്യാസം. പൊതുവിൽ സെയിൽ കുറവാണ്. പച്ചക്കറി വില വർധനയാണ് മറ്റൊരു പ്രതിസന്ധി. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇഞ്ചി, വഴുതന എന്നിവയുടെ വിലയിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന വൻ വർധനയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഓണം അടുക്കുന്നതോടെ ഇത് വീണ്ടും കുതിച്ചു കയറും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലാണ് കീശ ചോരുന്ന സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭരണനിർവഹണത്തിന് 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി സർക്കാർ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ തയ്യാറാക്കും. 591 സർക്കാർ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന നടത്തും. ഡിജിറ്റലൈസേഷനിലൂടെ സർക്കാർ സേവനം ജനകീയമാക്കും. കാലഹരണപ്പെട്ടതും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ പോർട്ടൽ. ഒരു അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അത് സർക്കാരിൻ്റെ പോർട്ടലിലുണ്ടാവും. കോട്ടയം തീക്കോയിൽ ഗർഭിണികളെ എത്തിച്ച് താമസിപ്പിച്ച് നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒരു സ്ത്രീ കൂടി അറസ്റ്റിലായി. യുവതികളെ എത്തിക്കുന്നതിൽ ഇടനിലക്കാരിയായ കൊല്ലം സ്വദേശിനിയായ അനീന എന്ന യുവതിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത 2 പ്രതികൾ നിലവിൽ റിമാൻഡിലാണ്. വാഗമൺ സ്വദേശി അർജുൻ, ഇയാളുടെ സഹോദരി ഭർത്താവ് തിരുനെൽവേലി സ്വദേശി മൂപ്പിലി രാജ എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത്. അനീനയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പ്രതികളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുവാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതേസമയം പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഫോൺ കോളുകൾ, ഇവരുമായി അടുപ്പമുള്ള മറ്റ് ആളുകൾ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യ് മറിച്ചുവിറ്റ സംഭവത്തിൽ നെയ്യ് വാങ്ങിയവർക്കും കൊടുത്തവർക്കും ഒരുപോലെ പങ്കുണ്ടെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നിലവാര പരിശോധന നടത്താത്തത് ബോർഡിന്റെ ഗുരുതര വീഴ്ചയാണ്. വിശ്വാസം ലംഘിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ല. ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. വിറ്റവര് ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് വിറ്റു, വാങ്ങിയവർ ക്വാളിറ്റി പരിശോധിച്ചില്ല. അപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള രാജമാണിക്യത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വയനാട്ടിൽ 2 ദിവസങ്ങളായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ക്വാറികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ട്രക്കിംഗ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് ഉത്തരവിട്ടത്. ക്വാറികൾ, ഹോം സ്റ്റേ, റിസോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകൾ, ട്രക്കിംഗ് എന്നിവയും നിർത്തിവെക്കണമെന്നാണ് ഉത്തരവ്. ജില്ലയിൽ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റിപ്പുറം ദേശീയപാതയിലുണ്ടായ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക റിപ്പോർട്ട്. അപകട സമയത്ത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മഴ പെയ്തു കിടന്ന റോഡിൽ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് കണ്ടെത്തൽ. കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിന് കാരണം അമിത വേഗത തന്നെയെന്ന് ഉറപ്പിച്ച് അന്വേഷണ സംഘം. സംഭവസ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ദേശീയപാത അതോറിറ്റി, നാറ്റ്പാക് എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. പരമാവധി 50 കിലോമീറ്റർ മാത്രം വേഗപരിധിയുള്ള മേഖലയിലൂടെ 130 കിലോമീറ്ററോളം വേഗതയിലാണ് ബസ് പാഞ്ഞെത്തിയത്.
ഈ ഉയർന്ന വേഗതയിൽ വളവ് തിരിയാൻ ശ്രമിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. റോഡിൽ മഴവെള്ളമുണ്ടായിരുന്ന സമയത്ത് അമിത വേഗത്തിലെത്തിയ ബസ് വളവിലിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ വഴുതി മാറി തലകീഴായി മാറുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു. അതേസമയം അപകടമുണ്ടായ ഭാഗത്തെ റോഡ് ഡിസൈനിൽ പോരായ്മകളില്ലെന്നും രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളതെന്നും പരിശോധനാ സംഘം വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റിപ്പുറം ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തമുണ്ടായത്. അമൃത ന്യൂസ്, മലപ്പുറം. വടകര അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പ്രൊജക്ട് കോർഡിനേറ്ററോടാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. BRC അധ്യാപകരുടെ യോഗം വിളിക്കാനും നിർദ്ദേശിച്ചു. അതേസമയം അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വളരെ ഷോക്കിംഗ് ആയിട്ടാണ് ഒരു ഡോക്ടർ അറസ്റ്റിലാണ്, ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്, അറസ്റ്റിലാണോ നോക്കണം, കേസാണ്. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. ഇപ്പോൾ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. ഒരു പ്രയോറിറ്റി പ്രോഗ്രാമാണ് തൂഫാൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒന്നാണ് ഈ വടകര അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസ്. ഇപ്പോൾ അത് സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അല്ലേ വിദ്യാഭ്യാസ വകുപ്പ്? തീർച്ചയായും ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം എന്ന രീതിയിൽ, പ്രാഥമിക അന്വേഷണമില്ല, ഒരു പ്രധാന ഒരു അന്വേഷണം എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരു സമഗ്രമായ അന്വേഷണം, കാരണം ഇത് BRC അധ്യാപികമാരാണ്. നമുക്കറിയാം സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കീഴിലാണ് ഈ BRC വരുന്നതും ഒക്കെ അറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ഇങ്ങനെ അതും അധ്യാപികമാരാണ്, ഈ 3 അധ്യാപികമാരുടെ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ അന്വേഷണത്തിനൊടുവിൽ ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ കണ്ണികളിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമല്ല, ഈ അധ്യാപികമാർ ഇപ്പോൾ നിലവിൽ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ SITയുടെ കണ്ടെത്തൽ ഇത്ര ദിവസത്തിനിടയിൽ ഈ SITയുടെ കണ്ടെത്തൽ തന്നെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇവർ പെൺകുട്ടികളായ വിദ്യാർത്ഥിനികളാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. മാത്രമല്ല ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഈ ഡാൻസ് ക്ലാസ്സിൻ്റെയൊക്കെ മറവിലാണ് ഇവർ ഈ ലഹരി കടത്ത് ഉപയോഗിച്ചിരുന്നത്. ഇവർക്ക് ആകെ ശമ്പളം ഒരു 12,000 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. BRC അധ്യാപികമാരാണ്. പക്ഷേ ഇവർ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ ഇത് വളരെ വർഷങ്ങളായി ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നു, ആ ലഹരിയുടെ കടത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ BRC അധ്യാപകനപ്പുറത്തേക്ക് മറ്റു തലങ്ങളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യാപകരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കൃത്യമായൊരു സമഗ്രമായ അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് പ്രൊജക്ട് ഓഫീസറോട് ഇതിൻ്റെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. മാത്രമല്ല സംസ്ഥാനത്ത് BRC അധ്യാപകരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് കൃത്യമായ മാനദണ്ഡം, കൃത്യമായ മാർഗ്ഗനിർദ്ദേശവും നൽകാനും ഒക്കെ തന്നെയും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ അടിയന്തരമായ ഒരു നിർദ്ദേശത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഇപ്പോൾ ഉത്തരമേഖല IG K കാർത്തിക് ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. ഈ SITയുടെ ആ യോഗത്തിൽ K കാർത്തിക് കൂടി പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും ഇത് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. ശരി, അൽഫ്രഡാണ് വിവരങ്ങൾ നൽകിയത്. അധ്യാപികമാർ ഉൾപ്പെട്ട വടകര MDMA കേസിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കൊച്ചിയിൽ കിലോ കണക്കിന് ലഹരി വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് പിടിച്ചെടുത്ത 7.5 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. 587 കിലോ കഞ്ചാവ്, 2.46 കിലോ MDMA, 1 കിലോ ഹാഷിഷ് ഓയിൽ, ബ്രൗൺ ഷുഗർ, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയവയാണ് കൊച്ചി സിറ്റി പോലീസ് നശിപ്പിച്ചത്. ഈ ലഹരി വസ്തുക്കൾക്ക് ഏകദേശം 7.5 കോടി രൂപ വില വരും. ഓപ്പറേഷൻ തൂഫാൻ അടക്കം കഴിഞ്ഞ 1 വർഷത്തെ ലഹരി വേട്ടയിൽ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി സൂക്ഷിച്ച ലഹരി വസ്തുക്കളാണ് ഇവ. ഇത്രയും വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ കത്തിച്ചു കളയാൻ പോലീസ് കൊച്ചി കോർപ്പറേഷന്റെ സഹായം തേടുകയായിരുന്നു. തുടർന്നാണ് കോർപ്പറേഷന്റെ കീഴിലുള്ള ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് തെരഞ്ഞെടുത്തത്. കോടതി നടപടികൾക്കടക്കം ആവശ്യമായ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം മാരക ലഹരി വസ്തുക്കൾ പോലീസിന്റെ വാഹനത്തിൽ ബ്രഹ്മപുരത്ത് എത്തിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ, DCP, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, കൊച്ചി മേയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വൻതോതിലുള്ള ലഹരി വസ്തുക്കൾ ഇല്ലാതാക്കിയത്. ഇവിടെ യാതൊരു പൊല്യൂഷനും വരില്ല. ഐ സ്പോക്ക് ടു ദി ടെക്നിക്കൽ പേഴ്സണോട് സംസാരിച്ചതിൽ ഫസ്റ്റ് ബേണിംഗ് ആയിട്ട് ദെൻ ഇറ്റ് വിൽ go through the process of filtering
അതുകൊണ്ട് ഇതൊരു യാതൊരു ഡേഞ്ചറായിട്ടുള്ള ഫ്യൂംസോ ബാക്കി ഒന്നും പുറത്ത് വരില്ല. പിന്നെ സാധാരണ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എവിടെയും ഒതുങ്ങിയ സ്ഥലത്തിലിട്ട് കത്തിക്കാനുള്ളതാണ്. കൊച്ചി സിറ്റിയിൽ മറ്റേ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടുകൊണ്ട് പിന്നെ മേയറോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ മേയം ഈ ഫെസിലിറ്റി നമുക്ക് തരാൻ സമ്മതിച്ചത് നമുക്കുണ്ട്. ഇതുകൊണ്ട് യാതൊരു പൊല്യൂഷനും ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. 6 ഘട്ടങ്ങളിലായാണ് പ്ലാന്റിനുള്ളിൽ ലഹരി വസ്തുക്കൾ കത്തി നശിക്കുന്നത്. അപകടകരമായ എല്ലാ ഘടകങ്ങളും നീക്കം ചെയ്ത് ലഹരി വസ്തുക്കൾ വെറും ചാരം മാത്രമാകുന്നു. 30 മീറ്റർ നീളമുള്ള ചിമ്മിനി വഴിയാണ് പുക പുറത്തേക്ക് പോകുന്നത്. അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. മാരക രാസലഹരിയായ MDMA കത്തിക്കാൻ പാടില്ലാത്തതിനാൽ പ്ലാന്റിന്റെ മറ്റൊരു ഭാഗത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് നശിപ്പിച്ചു. 1 മണിക്കൂറിലധികം സമയമെടുത്താണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 13 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. ക്യൂഷു ദ്വീപിലെ കുമാമോട്ടോ പ്രവിശ്യയിലാണ് ഭൂചലനം ഉണ്ടായത്. ഭൂചലനമുണ്ടായ മേഖലയിൽ കെട്ടിടങ്ങൾ തകർന്നതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും ജപ്പാൻ പ്രധാനമന്ത്രി സനായ് ടാക്കാച്ചി പറഞ്ഞു. ഭൂകമ്പത്തിൽ തകർന്ന ഒരു ഷോപ്പിംഗ് മാളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ്. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി. 3.28 അടി ഉയരത്തിൽ വരെ തിരമാലകൾ ആഞ്ഞടിച്ചേക്കുമെന്നാണ് പ്രവചനം. പ്രദേശവാസികളോട് ഉയരമുള്ള ഇടങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദാരുശില്പങ്ങളിലൂടെ രാമായണ കഥ ഭക്തരിലേക്ക് പകരുന്ന ദേവസ്ഥാനമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെ മുഖപ്പിലാണ് രാമായണ കഥ ദാരുശില്പ രൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഭക്തമനസ്സുകളിൽ രാമായണത്തിന്റെ പുണ്യം ദാരുശില്പങ്ങളിലൂടെ പകർന്നു നൽകുകയാണ് ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ വലിയ ബലിക്കൽപുരയുടെ മുഖപ്പിലാണ് രാമായണ കഥ കൊത്തിവെച്ചിരിക്കുന്നത്. അഗ്നിബാധയുണ്ടായ ക്ഷേത്രം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് പുതുക്കിപ്പണിതത്. ആ കാലത്ത് തന്നെയാണ് ദാരുശില്പങ്ങളും പണി കഴിപ്പിച്ചത്. വിവിധ തട്ടുകളിലായി 120-ൽ പരം ഭാഗങ്ങളായാണ് രാമായണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ദാരുശില്പ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അധ്യാത്മരാമായണം ഇതുപോലെ കൊത്തിവെച്ചതായിട്ട് വേറെയെങ്ങും നമ്മൾ ദർശിച്ചിട്ടില്ല. അത്രമാത്രം പ്രസക്തവും പ്രശസ്തവുമായ ആ ഒരു സംഗതിയെ, ആ ശില്പചാതുരിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത ഇന്ന് നമുക്ക് തന്നെ ഉണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ആ കാലഘട്ടത്തിൽ അഗ്നിക്കിരയായിരുന്നു ക്ഷേത്രം. അപ്പോൾ പുനർനിർമ്മിച്ച വേളയിലായിരിക്കണം ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ 100 വർഷങ്ങൾക്ക് അധികം പഴക്കമുണ്ട് ഈ കൊത്തുപണികൾക്ക് ഇവിടെ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ, രാമവർമ്മ മഹാരാജാവിൻ്റെയും അതുപോലെ തന്നെ ഈ കൊത്തിവെച്ച ആ ശില്പികളുടെയും ചാതുര്യം, അവരുടെ പുരാണങ്ങളിലുള്ള അവഗാഹം, അവരുടെ ക്ഷമ, ഇതെല്ലാം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. ബ്രഹ്മാദി ദേവതകൾ പാലാഴിയിൽ പുരുഷ സൂക്തം ജപിച്ച് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് രാമായണത്തിന്റെ തുടക്കം. ശ്രീരാമനും ദശരഥനും സീതയും രാവണനും ഹനുമാനുമടക്കം രാമായണ കഥാപാത്രങ്ങളെല്ലാം ദാരുശില്പ രൂപത്തിലുണ്ട്. രാമായണത്തിനൊപ്പം കിരാതകഥയും നാലമ്പലത്തിനുള്ളിലെ മുഖമണ്ഡലത്തിന്റെ മുഖപ്പിൽ ഭാഗവതവും ദാരുശില്പ രൂപത്തിൽ ദൃശ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂരിലെ ദാരുശില്പങ്ങൾക്ക് കാലോചിതമായ സംരക്ഷണവും ആവശ്യമാണ്. കർക്കിടക മാസത്തിന്റെ പുണ്യം നുകർന്ന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രാമായണ കഥയുടെ പുത്തൻ അനുഭവമാണ് ഈ ശില്പങ്ങൾ സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഒരിടവേളയ്ക്ക് ശേഷം വാഗമണിൽ വീണ്ടും ഭൂമാഫിയ പിടിമുറുക്കുകയാണ്. കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ പോലും റിസോർട്ടുകൾ ഉയരുന്നു. വാഗമണിലെ ഏറെ പരിസ്ഥിതി പ്രാധാന്യവും വിനോദസഞ്ചാര സാധ്യതകളുള്ളതുമായ പ്രദേശമാണ് സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിരിക്കുന്നത്. 14 വർഷം മുമ്പ് സർക്കാർ കയ്യേറ്റമൊഴിപ്പിച്ച് തിരിച്ചുപിടിച്ച ഭൂമി തന്നെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കൈയേറിയിരിക്കുന്നു. 2012-ൽ വാഗമണിൽ കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ച ഭൂമിയാണിത്. ഇപ്പോൾ ഇവിടെ വൻകിട റിസോർട്ടുകൾ ഉയരുന്നു. പുതിയ റിസോർട്ടുകൾ പണിയാൻ JCB ഉപയോഗിച്ച് വഴി നിർമ്മിച്ചു. 2001-ൽ പട്ടയം ലഭിച്ചുവെന്നാണ് കയ്യേറ്റക്കാരുടെ വാദം. എന്നാൽ ഈ കാലയളവിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ടില്ല. സർക്കാർ കയ്യേറ്റമൊഴിപ്പിച്ച് ഏറ്റെടുത്ത് വിനോദസഞ്ചാര വകുപ്പിന് കൈമാറിയ ഭൂമിയും റിസോർട്ട് മാഫിയയുടെ കയ്യിലാണ്. ഒരു 11.5 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001-ൽ കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈറേഞ്ച് ടൂറിസം ഡെവലപ്മെൻറ്റിന് പ്രപ്പോസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ 2 സ്ഥലങ്ങളും ഒന്ന് പരിശോധിച്ചിട്ട് പിന്നീട് സാവകാശം ഇതിൻ്റെ പട്ടയത്തിൻ്റെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. വാഗമണിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ മുന്നിൽ കണ്ടാണ് കോടികൾ വിലമതിക്കുന്ന ഭൂമി കയ്യേറ്റക്കാർ സ്വന്തമാക്കുന്നത്. സർക്കാർ ഭൂമി
റവന്യൂ ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതിലും ദുരൂഹതയുണ്ട്. വാഗമണിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള സർവേ നടപടികൾ വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. ഇതോടെ കയ്യേറ്റ ഭൂമി പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശ്വാസം. വാഗമണിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായി നടത്തിയ പരാമർശത്തിലാണ് കേസ്. നേരത്തെ TG മോഹൻദാസിന്റെ പ്രസ്താവന തള്ളി RSS രംഗത്ത് വന്നിരുന്നു. മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും RSSന്റെ നിലപാടല്ല എന്നുമാണ് വിശദീകരിച്ചത്. മെഡിക്കൽ സംരംഭക എറണാകുളം ഇടപ്പള്ളി പ്രസാദം വീട്ടിൽ സംഗീത അന്തരിച്ചു. 55 വയസ്സായിരുന്നു. അമൃത ടെലിവിഷൻ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സീനിയർ മാനേജറായിരുന്ന B. പ്രകാശ് ബാബുവിന്റെ ഭാര്യയാണ് ദേവിക, ആദിത്യൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച 3 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിൽ നടക്കും. പ്രവാസികൾക്കുള്ള പുനരധിവാസ പദ്ധതികൾ പുനരാവിഷ്കരിക്കണമെന്ന് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ കൂട്ടായ്മ. പാസ്പോർട്ട് നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നും തൃശൂർ വിവേകോദയം സ്കൂളിൽ ചേർന്ന ദല ഓർമ്മകൾ 8ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനം പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകരായ MM സജീന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, അരവിന്ദൻ പണിക്കശ്ശേരി, ലത്തീഫ് മമ്മിയൂർ എന്നിവർ സംബന്ധിച്ചു. പാചകത്തെക്കുറിച്ചുള്ള തന്റെ പ്രസംഗത്തിലെ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല. പാചകത്തെക്കുറിച്ചുള്ള അറിവ് അമ്മമാർ മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പെൺമക്കൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കുറച്ച് ആളുകള് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാവുക, മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം, ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു, മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ സ്ത്രീവിരുദ്ധ, എന്ത് സ്ത്രീവിരുദ്ധ പരാമർശം, ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. വിമർശിക്കാനുണ്ടെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുൽഫീർ സിംഗ്. വെള്ളി മെഡൽ നേട്ടത്തിലൂടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഗുൽഫീർ സ്വന്തം പേരിൽ കുറിച്ചു. വനിതകളുടെ 69 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജെർക്കിലും ആയി ആകെ 227 കിലോഗ്രാം ഉയർത്തിയാണ് ഹർജീന്ദറിന്റെ നേട്ടം. ഹർജീന്ദറിന്റെ നേട്ടത്തോടെ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ മാത്രം ഇന്ത്യയുടെ മെഡൽ നേട്ടം 7 ബോക്സിംഗിൽ ജുഡ്മണി സിംഗ്, പ്രീതി പവാർ, പ്രിയ ഗൻഖാസ് എന്നിവർ സെമി പ്രവേശനത്തോടെ മെഡൽ ഉറപ്പിച്ചു. ലോങ് ജമ്പിൽ മലയാളി താരം M. ശ്രീശങ്കറിന്റെ ഫൈനൽ ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11:54 മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.